ഹരേ കൃഷ്ണ, രാധേ രാധേ. സുദാമാവിന് ദാരിദ്ര്യം നൽകാനുള്ള യഥാർത്ഥ കാരണം എന്തായിരുന്നു? ഇതായിരുന്നു നമ്മുടെ ചർച്ചാ വിഷയം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു, അവൽ പൊതി ഒളിപ്പിച്ച് ഭഗവാന് കൊടുക്കാതെ കഴിച്ചുകൊണ്ടല്ലായിരുന്നു. അതങ്ങനത്തെ ഒരു കാര്യം നമ്മളുടെ പുരാണത്തിൽ എവിടെയും പറയുന്നില്ല. അങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല. അതൊരു വെറും ഒരു കെട്ടുകഥയാണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാക്കി. അപ്പം സുദാമാവിന് ദാരിദ്ര്യം ഉണ്ടാകാനുള്ള യഥാർത്ഥ കാരണം എന്തായിരുന്നു? അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ മൊത്തം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ്, സർവജ്ഞനാണ്. ആ ഭഗവാന്റെ ഇച്ഛയില്ലാതെ ഒരു പുൽക്കൊടി പോലും അനങ്ങത്തില്ല. ഭഗവാൻ ലക്ഷ്മിപതിയാണ്, എല്ലാം ഐശ്വര്യങ്ങളുടെയും നാഥനാണ്. ഇതൊക്കെ നമ്മൾ ശാസ്ത്രം വഴി മനസ്സിലാക്കുന്നു. ഭഗവാന്റെ പരിശുദ്ധ ഭക്തി ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരിക്കലും ഒരു കുറവും ഉണ്ടാവില്ല. ശ്രീനാരായണൻ, അതായത് കൃഷ്ണൻ ഉള്ളിടത്ത് ലക്ഷ്മി ദേവി സ്വാഭാവികമായിട്ടുണ്ടാവും. ആവശ്യത്തിനുള്ള ധനവും ഐശ്വര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പോൾ പിന്നെ ഭഗവാന്റെ ഏറ്റവും അടുപ്പമുള്ള ഒരു സുഹൃത്ത്, ചെറുപ്പം മുതലേ ഒരുമിച്ച് പഠിച്ച് വളർന്ന് അങ്ങനത്തെ ഒരു ഭഗവാന്റെ പരിശുദ്ധ ഭക്തനുമായ സുദാമാവിന് ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടാകാനുള്ള കാരണം എന്തായിരുന്നു? അപ്പോൾ ഈ കാര്യം ആചാര്യന്മാർ പറയുന്നതാണ്. രുക്മിണി ദേവി സ്വയം ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഭഗവാൻ ഒരു പുഞ്ചിരിയോടെ ഈ ഉത്തരം നൽകുന്നു. ദേവിജി, ഈ സുദാമാവെന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഭക്തനല്ല, എൻ്റെ വിശിഷ്ടമായ ഒരു ഭക്തനാണ്. അന്യാഭിലാഷിത ശൂന്യത്തോടെ ഭക്തിയുദ്ധ സേവനം നൽകുന്നതിൻ്റെ ഒരു മാതൃകയാണ് ഈ സുദാമാവ്. അതായത് ഭഗവാന്റെ യഥാർത്ഥ പരിശുദ്ധ ഭക്തി എന്ന് പറഞ്ഞാൽ ഒരു അഭിലാഷയമില്ലാത്ത, ഒരു ഭൗതിക ആഗ്രഹമില്ലാത്ത ഒരു ഭക്തിയായിരിക്കണം. എന്നിട്ട് അത് അചഞ്ചലമായിരിക്കണം. ഏതൊരവസ്ഥയിലും അതേപോലത്തെ ഭക്തിയുദ്ധം, ആ ഭക്തിയിലൊരു ച്യുതിയും ഉണ്ടാവാതെ അതേ നിലയിൽ നിൽക്കണം. അപ്പോൾ അതിൻ്റെ ഒരു മാതൃകയാണ് ഈ സുദാമാവ് എന്ന് ഭഗവാൻ രുക്മിണി ദേവിയോട് പറയുവാണ്. എന്നിട്ട് ഈ സുദാമാവിൻ്റെ ഭക്തിയുടെ ആ മഹിമ ഇത് ഈ ലോകം മൊത്തം അറിയണം. സമയത്തിൻ്റെ അവസാനം വരെ ആ ഭക്തിയുടെ കീർത്തി, സുദാമാവിൻ്റെ കീർത്തി ആൾക്കാർ ചൊല്ലണം. അത് എൻ്റെ ആഗ്രഹമാണെന്ന് ഭഗവാൻ പറയുന്നു. അതുകൊണ്ട് തന്നെ ഭാഗവതത്തിൻ്റെ ഒരു ഭാഗമായി മാറി സുദാമാവിൻ്റെ കഥ. സമയത്തിൻ്റെ അവസാനം വരെ സുദാമാവിൻ്റെ ആ ഭക്തിയുടെ, സുദാമാവിൻ്റെ കീർത്തി ആൾക്കാർ സംസാരിക്കും. അപ്പോൾ ഇതുവഴി നമുക്ക് മനസ്സിലാക്കാം, ഭഗവാന്റെ ഭക്തന്മാർക്ക് കഷ്ടപ്പാടുണ്ടാകാനുള്ള ഒരു കാരണം ഗ്ലോറിഫിക്കേഷനാണ്. അതായത് ആ ഉയർന്ന ഭക്തനെ പ്രശസ്തനാക്കാൻ വേണ്ടി ഭഗവാൻ ചിലപ്പം താൽക്കാലികമായിട്ട് കഷ്ടപ്പാട് കൊടുത്തേക്കാം. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു, ഭഗവാന്റെ ഭക്തന്മാർക്ക് കഷ്ടപ്പാടുണ്ടാകാനുള്ള രണ്ടാമത്തെ കാരണമാണ് പ്യൂരിഫിക്കേഷൻ. അതായത് ഭഗവാൻ ഇഷ്ടമുള്ള ഒരു ഭക്തനെ ശുദ്ധീകരിക്കാൻ വേണ്ടി ഭഗവാൻ ചിലപ്പം കുറച്ച് കഷ്ടപ്പാട് ആ ഭക്തന് നൽകിയേക്കും. ആ ഭക്തൻ്റെ കർമ്മഫലങ്ങൾ മൊത്തമായിട്ട് ഇല്ലാതാക്കത്തില്ല ഭഗവാൻ. ചെറുതായിട്ട് ചില കാര്യങ്ങൾ അവിടെ അങ്ങനെ വയ്ക്കും. എന്നിട്ട്